നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടയിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ കൊണ്ടുവന്നിട്ടുള്ള ബില്ലുകളിൽ ആദ്യമായി ഒരെണ്ണം ഇന്നലെ പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വളരെ ആഘോഷപൂർവ്വം തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇതിനോടകം എത്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. എല്ലാവരും അത് കണ്ടും വായിച്ചും ഒക്കെ അറിഞ്ഞും കാണും. 2/3 ഭൂരിപക്ഷം വേണ്ടിയിരുന്ന ഒരു ഡീലിമിറ്റേഷനും വനിതാ സംവരണത്തെ സംബന്ധിച്ചുള്ള ഒരു ബില്ലായിരുന്നു ഈ പരാജയപ്പെട്ടത്. അതിൻ്റെ ഒരു കണക്കും കൂടി നിങ്ങളൊന്നറിയണം. 290-നെതിരെ 230 വോട്ടുകൾ വന്നിരുന്നു. അതായത് ഇതിനെ എതിർത്ത്, ബില്ലിനെ അനുകൂലിച്ച് 290-ഉം എതിർത്ത് 230 വോട്ടുകളും സഭയിൽ ചെയ്യപ്പെട്ടു. 360 വേണമായിരുന്നു ഇത് 2/3 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കപ്പെടുവാൻ. അത് നടന്നില്ല. അത് നടക്കില്ല എന്നുള്ള കാര്യം മോദി സർക്കാരിന് മുൻപേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അത് മോദി സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമായിട്ട്, മോദിക്ക് ഏറ്റ ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് സുപ്രഭാതം മുതൽ മനോരമ വരെയുള്ള സകല പത്രങ്ങളും, അവരുടെ ദൃശ്യമാധ്യമങ്ങളും, അവരുമായി ബന്ധപ്പെട്ട ദൃശ്യമാധ്യമങ്ങളും, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയും ആഘോഷിക്കുന്നത്. അവരാഘോഷിക്കട്ടെ. ഇതിൻ്റെ സത്യാവസ്ഥയൊന്ന് പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വിശകലനമല്ലത്. അതിൻ്റെ മേലോട്ടമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് തൽക്കാലത്തെ ഉദ്ദേശം. വിശദമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ RPA പോലുള്ളവരുമായിട്ട്, അല്ലെങ്കിൽ ഹരിയോ മറ്റാരെങ്കിലുമായിട്ടോ ഒരു വിശദമായ ചർച്ച തന്നെ നമുക്ക് ഈ വിഷയത്തിൽ ഏർപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മേലോട്ടമായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളോട് പറയാം. ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രക്രിയകൾ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമായി ആദ്യമേ മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 368 പ്രകാരം സഭയിൽ വയ്ക്കപ്പെടുന്ന ഒരു ബില്ലിന് മാത്രമേ 2/3 ഭൂരിപക്ഷം വേണ്ടതുള്ളൂ. ഈ ബില്ല്, ഇപ്പോഴത്തെ വനിതാ സംവരണം സംബന്ധിച്ചുള്ള ബില്ല് നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. അതും 2/3 ഭൂരിപക്ഷം തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. അക്കങ്ങളുടെ കണക്ക് മാത്രം വെച്ച്, അതായത് ലോക്സഭാംഗങ്ങളുടെ കണക്കുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ NDAക്ക് സഭയിലുള്ളത് 290 അംഗങ്ങളാണ്. പ്രതിപക്ഷത്തിന് എല്ലാവർക്കും കൂടി 230 അംഗങ്ങളുമുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വിജയസാധ്യതയും 2/3 ഭൂരിപക്ഷത്തോടു കൂടി ഇത്തരമൊരു ബില്ലിനില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ചെയ്തു? നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മറ്റെന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, അല്ലെങ്കിൽ എതിർപ്പുണ്ടെങ്കിലും, രൂക്ഷമായ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും, നരേന്ദ്രമോദിയും അമിത്ഷായും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും, BJP സർക്കാരിനോട് നിങ്ങൾക്ക് വെറുപ്പാണെങ്കിലും, നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. രാഷ്ട്രീയം അറിയാത്തവരല്ലവർ. രാഹുൽ ഗാന്ധിയെപ്പോലെ പക്വതയില്ലാത്തവരുമല്ലവർ. രാഷ്ട്രീയ പക്വത വളരെയേറെയുള്ളതാണ്. അതിലേറെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പയറ്റിത്തെളിഞ്ഞ് വിജയിച്ച്, അത്തരത്തിലുള്ള തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഭാരതത്തിൽ ഏറ്റവും അഗ്രഗണ്യരായ രാഷ്ട്രീയ നേതാക്കളായി നിലകൊള്ളുന്നവരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ആ തന്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമേ അല്ല. പക്ഷേ രാഷ്ട്രതന്ത്രം, രാഷ്ട്രീയ തന്ത്രം, രാജതന്ത്രം പയറ്റുന്നതിൽ അമിത്ഷായും നരേന്ദ്രമോദിയും കഴിഞ്ഞേ ഉള്ളൂ ഇന്ന് ഭാരതത്തിൽ രാഷ്ട്രീയ നേതാക്കൾ. അത്തരത്തിലുള്ള അമിത്ഷായും നരേന്ദ്രമോദിയും ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട്. ഈ ബില്ല് പരാജയപ്പെടുമെന്നുള്ളത് അവർക്ക് തന്നെ തീർച്ചയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ ബില്ല് പരാജയപ്പെടുമ്പോൾ അസാമിലും ബംഗാളിലും വനിതാ സംവരണം സംബന്ധിച്ചുള്ളൊരു ബില്ലിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തു തോൽപ്പിച്ചു. അതിൽ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നയാൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇന്ന വ്യക്തി, ഇന്ന MP ആ ബില്ലിനെ എതിർത്തുകൊണ്ട് ഇന്ന കാര്യമാണ് പറഞ്ഞത്. ഇതെല്ലാം ലോക്സഭയുടെ രേഖകളിലുള്ളതാണ്, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മാറ്റി പറയുവാൻ സാധ്യവുമല്ല. സ്പീക്കർ അതിനെ ആ രേഖകളിൽ നിന്ന് ഇത്തരം പ്രസംഗങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളെയും നീക്കം ചെയ്തില്ലെങ്കിൽ ഇനി അത് മാറ്റമില്ലാതെ കിടക്കുന്ന, കാലാകാലം കിടക്കുന്ന ഒരു രേഖയാണ്. ആ രേഖകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു സാധ്യത, അത് തിരഞ്ഞെടുപ്പ് തന്ത്രം. 2, ഇത്തരത്തിലുള്ള ഒരു വനിതാ സംവരണ ബില്ലിനെ അവരിപ്പോൾ എതിർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു പ്രധാന പ്രശ്നമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഡീലിമിറ്റേഷനാണ്. അതായത് നിയോജക മണ്ഡലങ്ങളുടെ, പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം
എണ്ണത്തിൽ മാറ്റം വരുത്തുക. ഇപ്പോഴുള്ള എണ്ണങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മാറ്റം വരുത്തുക. കേരളത്തിന് 30ഓളം നിയോജക മണ്ഡലങ്ങൾ ലഭിക്കുമായിരുന്നു ഈ ബില്ല് പാസ്സായിരുന്നെങ്കിൽ. യു പിയിൽ 100-ലധികം മണ്ഡലങ്ങൾ ഉണ്ടാകുമായിരുന്നു. ബീഹാറിലും എല്ലാം അതുപോലെ വർധനകൾ ഉണ്ടാകുമായിരുന്നു. അത്തരത്തിലുള്ളൊരു വർധന വടക്കേ ഇന്ത്യയിൽ ഉണ്ടായാൽ തെക്കും വടക്കും ഭാരതത്തിൻ്റെ പ്രവിശ്യകൾ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തത്. അതും വ്യക്തമായി തന്നെ മോദി സർക്കാരിന് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ എതിർപ്പിലൂടെ സത്യത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ വിശദമായി പരിശോധിച്ചില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കേരളം, തമിഴ്നാട് ഈ 2 സംസ്ഥാനങ്ങൾക്കും വ്യക്തമായ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടെടുക്കുവാൻ പോകുന്ന നടപടികളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പോഴുള്ള 20 നിയോജക മണ്ഡലങ്ങൾ, ഇപ്പോൾ ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ അതിൽ 6 എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടമാകും. 14 ചുരുങ്ങും നിയോജക മണ്ഡലങ്ങൾ. അതായത് ഇപ്പോൾ 20 എംപിമാരുള്ള കേരളത്തിന് ഇനി ഭാവിയിൽ ഒരുപക്ഷെ 2029 ലോക്സഭാ ഇലക്ഷനിൽ തന്നെ 14 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമേ എംപിമാരുണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നിയോജക മണ്ഡലങ്ങളുടെ കാര്യത്തിലും വമ്പൻ കുറവ് വരും. ഇതെങ്ങനെ സാധിക്കും? ഈ ബില്ല് പരാജയപ്പെട്ടില്ലേ? ഈ ബില്ല് പരാജയപ്പെട്ടു. ഈ ബില്ലെന്ന് പറയുന്നത് വനിതാ സംവരണം ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തി ഇനി വരുന്ന സെൻസസിനല്ലാതെ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി ചെയ്യുവാനുള്ള അനുമതിക്കായിട്ടുള്ള ബില്ലായിരുന്നു ഇത്. അത്തരത്തിലുള്ളൊരു ഓർഡിനൻസ് പാസ്സാക്കുവാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നയം നടപ്പാക്കുവാൻ വേണ്ടിയുള്ള ബില്ലായിരുന്നു ഇത്. ഇതില്ലാതെ 2029 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു സംവരണം നടപ്പിലാക്കുവാനുള്ള ഒരു ബില്ല് 2023 തന്നെ 3/2 ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിയുടെ മുൻ സർക്കാർ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ളൊരു വിജ്ഞാപനമാണ് ഇന്നലെ കേന്ദ്രമന്ത്രിസഭ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ അടിയന്തരമായി പുറത്തിറക്കിയതും അത് നിയമമാക്കിയതും. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇന്നലെ ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കാതെ ആ വിജ്ഞാപനത്തെക്കുറിച്ച് അലമുറയിട്ടത്. ആ പ്രക്രിയകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർ കണ്ടത്. അതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈ 30 സീറ്റുകൾ കിട്ടേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ 20 ഉള്ളത് 6 നഷ്ടപ്പെട്ട് 14 പോകുന്നൊരവസ്ഥ കേരളത്തിനുണ്ടാകും. അതായത് ഒരു നന്മ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത്, എംപിമാരുടെ എണ്ണം കൂടുന്നത് നന്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു അധികാര സമതുലിതാവസ്ഥയുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നന്മ തന്നെയാണ്. അല്ലാതെ നമ്മുടെ നികുതി പണം എടുത്ത് അവർക്ക് ചിലവിന് കൊടുക്കണ്ടേ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആത്മരോഷത്തോടു കൂടി ചോദിക്കാം. അത്ര ആത്മരോഷമൊന്നും തോന്നേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് മുഖ്യമന്ത്രിയുടെ പറയാൻ പാടില്ലാത്ത രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് മുതൽ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നെടുത്ത് ഇഷ്ടക്കാർക്ക് ദുരിതാശ്വാസം നൽകുന്ന തരത്തിലേക്കുള്ള ഫണ്ടുകളിലേക്ക് വരെ നമ്മുടെ നികുതി പണവും സ്വന്തം പണവും വിനിയോഗിക്കുന്ന നമ്മൾക്ക് അത്ര ആശങ്കയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു അധികാര സമതുലിതാവസ്ഥയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു മാറ്റം, ഒരു സകാരാത്മകമായിട്ടുള്ള മാറ്റം ഇപ്പോൾ നകാരാത്മകമായിട്ടുള്ളൊരു മാറ്റമാകാൻ പോവുകയാണ് കേരളത്തെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചും. തൽക്കാലം നമുക്ക് കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് മാത്രം വരാം. 14 എംപിമാരായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന BJP സർക്കാരെന്ന് മാത്രമല്ല, ഇനി നാളെ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റന്നാൾ ഒവൈസിയുടെ മജ്ലിസോ അധികാരത്തിൽ വന്നാൽ പോലും കേവലം 14 എംപിമാർ മാത്രമുള്ളൊരു സംസ്ഥാനത്തിന് എന്തായാലും 150 എംപിമാരുള്ളൊരു സംസ്ഥാനത്തിന് ലഭിക്കുന്ന ശ്രദ്ധയോ അല്ലെങ്കിൽ പരിഗണനയോ ലഭിക്കില്ല. കാരണം നിങ്ങളല്ല ഭരണത്തിൽ ആര് എത്തുമെന്നുള്ളത് നിശ്ചയിക്കുന്നത്. ഏറെക്കാലമായിട്ട് അങ്ങനെയല്ല. പക്ഷേ കരുണാകരൻ്റെയൊക്കെ കാലത്ത് എംപിമാർ എത്രയുണ്ടെങ്കിലും ഒരു MP പോലും ഇല്ലെങ്കിൽ പോലും കേന്ദ്രത്തിലുള്ള സർക്കാരുമായിട്ട് വളരെ അടുത്തൊരു ബന്ധവും അവിടെ അത്തരത്തിലുള്ളൊരു സ്വാധീനവും വെച്ച് പുലർത്താൻ അത്രയും തീക്ഷ്ണശാലികളായിട്ടുള്ള കരുണാകരനെ പോലുള്ള നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFലോ UDFലോ അത്തരത്തിലുള്ള ഒരു നേതാവുമില്ല. ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഡൽഹിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ചിരുത്തി ഒരു ചായയെങ്കിലും കൊടുത്തു വിട്ടാൽ ഭാഗ്യം എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിലുള്ള നേതാക്കൾക്ക്, ഇപ്പോഴുള്ള നേതാക്കൾക്ക്, കേരളീയ നേതാക്കൾക്ക് ഡൽഹിയിൽ ലഭിക്കുന്ന പരിഗണന. അത് കേരളത്തെ സംബന്ധിച്ച് അപമാനകരമാണോ? അപമാനകരമാണെങ്കിൽ അത് കേരളീയരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്, ആ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. കാരണം ഡൽഹിയിലുള്ള ആളുകളുടെ മനോഭാവം BJP സർക്കാരിൻ്റെ കാലത്ത് വളരെയധികം മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതി സംബന്ധിച്ച് നോക്കുമ്പോൾ എത്ര കാലം അവർക്ക് പ്രയോജനമില്ലാത്തൊരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർക്ക് പ്രയോജനമുള്ള സംസ്ഥാനങ്ങളെ അവർ അവഗണിക്കും. ഒരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റൊരു ഭരണ കാര്യമോ അല്ലെങ്കിൽ ഒരു നീതിയോ ന്യായമോ ധർമ്മമോ ഒന്നുമല്ല. ഇതെല്ലാം ആത്യന്തികമായി രാഷ്ട്രീയത്തിൻ്റെ ഒരു ചതുരംഗക്കളിയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഭരണം എന്നുള്ളത് പല കോൺഗ്രസിൻ്റെ കാലത്തുള്ള ഭരണമല്ല ബി ജെ പിയുടെ കാലത്തുള്ള ഭരണം. അത് ഇഷ്ടമുള്ളവർക്ക് സമ്മതിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് എതിർക്കാം. എന്നിരുന്നാലും വാസ്തവം അത് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ പ്രയോജനമില്ലാത്തൊരു സംസ്ഥാനത്തിന് എത്ര കാലം പ്രയോജനമുള്ള സംസ്ഥാനങ്ങളെ ഒഴിവാക്കി പരിഗണിക്കും? അധികകാലം പരിഗണിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും. അതുതന്നെയായിരിക്കും 14ആയിട്ട് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമ്പോൾ കേരളത്തെയും കാത്തിരിക്കുന്ന ഒരു വിധി, തമിഴ്നാട്ടിനെ കാത്തിരിക്കുന്ന വിധിയും അതുതന്നെയായിരിക്കും. പക്ഷേ തമിഴിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു അധികാര വ്യവസ്ഥയെ, ഒരു സ്ഥിരമായി ശീലിച്ചൊരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ, DMK AEADMK AEADMK DMK ഇങ്ങനെ മാറി മാറിയുള്ളൊരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ, അതിനെ പൂർണ്ണമായി തൂത്തെറിയുവാനായിട്ട് തമിഴിന് ഒരു മടിയുമില്ല. കുറച്ച് സമയമെടുക്കും. പക്ഷേ കേരളക്കാലത്തിലെ പോലെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ലാത്ത കാലത്ത് ഘടാഘടിയന്മാരായിട്ടുള്ള 4 മജ്ലിസ് എംപിമാരെ നമുക്ക് അങ്ങോട്ടേക്ക് അയച്ചു കളയാം, അല്ലെങ്കിൽ BJP എംപിമാരെ അയച്ചു കളയാം എന്ന് തീരുമാനിക്കുന്ന ഒരു രീതി തമിഴന്മാർക്കില്ല. ഒരു പരിധി വരെ അവർ ആവാസ വ്യവസ്ഥയിൽ അഭിരമിച്ച് പ്രത്യേകിച്ചൊരു നടപടിയും എടുക്കാതെ കഴിയും. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവരിതിനെ തൂത്തെറിഞ്ഞ് മറ്റൊരു ആവാസ വ്യവസ്ഥയെ കൊണ്ടുവരും, അവർക്ക് പ്രയോജനമുള്ളൊരു ആവാസ വ്യവസ്ഥയെ. അതുകൊണ്ട് തമിഴ്നാടും ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. കേരളത്തിൻ്റെ കാര്യം എന്താകുമെന്നുള്ളത് കണ്ടറിയണം കോശി എന്ന് നമ്മുടെ അയ്യപ്പനും കോശി സിനിമയിൽ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ, കണ്ടറിയണം കോശി നിനക്കെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കേരളത്തോട് ഇപ്പോൾ തൽക്കാലം പറയുവാനുള്ളത്. അതാണ് അവസ്ഥ. കാരണം ഈ ഒരു ബില്ലിനെ നമ്മുടെ ഇവിടെ നിന്നുള്ള 20 എംപിമാർ എതിർക്കാതെ അതിനെ അനുകൂലിച്ചിരുന്നെങ്കിൽ, അവരുടെ പാർട്ടി വിപ്പിനെതിരായിട്ട് പോലും അനുകൂലിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് വിട്ടിരുന്നെങ്കിൽ പോലും ഈ ബില്ല് പാസ്സാകുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി വന്നേനെ. എന്നാൽ പോലും ആവശ്യമായിട്ടുള്ള സംഖ്യ തികയുന്നില്ല. അത് വരുമ്പോൾ 310 ആകുള്ളൂ. 20 പേർ വിട്ടുനിന്നു എന്നുള്ളൊരവസ്ഥയിൽ 310 സമാനമായിട്ടുള്ളൊരു വോട്ടിംഗ് വ്യവസ്ഥയെ അവിടെ സംജാതമാകുന്നുള്ളൂ. 360 വേണം, പിന്നെയും വേണം 50, അല്ലെങ്കിൽ പിന്നെയും 50 പേർ വിട്ടു നിൽക്കണം. അത്തരത്തിലുള്ളൊരവസ്ഥ സംജാതമായിരുന്നു. പക്ഷേ അതിന് അനുകൂലമായിട്ടുള്ളൊരവസ്ഥ സൃഷ്ടിക്കുകയും അതിനെ പിന്തുടർന്ന് മറ്റാരെങ്കിലും അത്തരത്തിലുള്ളൊരു രീതി പിന്തുടരുകയും ചെയ്ത് ഈ ബില്ല് പാസ്സായിരുന്നെങ്കിൽ കേരളത്തിന് ഏറെ ഗുണകരമായിട്ടുള്ളൊരു ബില്ലായിരുന്നു. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പരാജയമാണിത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ, മാപ്രകൾ ഉദ്ഘോഷിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പരാജയമല്ലത്, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു വിജയമാണ്. നരേന്ദ്രമോദി എന്നുള്ള ഭരണകർത്താവ് ആഗ്രഹിച്ചിരുന്നൊരു മാറ്റം നടത്താൻ പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ ഭരണമാറ്റം അല്ലെങ്കിൽ ആ ഒരു ഭരണപരിഷ്കാരം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ആത്യന്തികമായി സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ BJPയുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഇനി നടക്കാൻ പോകുന്നത് തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള, എന്നാൽ ആത്യന്തികമായി BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണ തുടർച്ചയിലേക്ക് എത്തുവാനുള്ള, ആ പാർട്ടിക്ക് ഗുണമുള്ള കാര്യങ്ങളാണ്. ആ ഭരണ തുടർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് ബലമായി തന്നെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളും. കശ്മീരിലൊക്കെ ചെയ്തതുപോലെ തന്നെ കേരളത്തെയും അവർ കൈകാര്യം ചെയ്തുകൊള്ളും. കേരളത്തിന് എന്തായാലും ദോഷം വരുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. പക്ഷേ താൽക്കാലികമായി കേരളത്തിന് വരാൻ ഇരുന്ന ഒരു ഗുണം തടഞ്ഞത് LDFും UDFുമാണ്, BJP അല്ല. നരേന്ദ്രമോദിയുടെ പരാജയവുമല്ലത്. ഇത്രയും കാര്യങ്ങൾ ഒരു മേലോട്ടമായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇന്ന് എടുത്തത്. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞ വിവരങ്ങളും നിങ്ങളുടെ അതിൻ്റെ ഒരു വിശകലനവും അറിയുവാനുള്ള താല്പര്യം ഏറെയുണ്ട്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.